ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യങ്ങളിലൊന്ന് അതിന്റെ ഭരണപരമായ പ്രക്രിയയിൽ ഒരു വലിയ പ്രതിസന്ധിയുടെ വക്കിലാണ്. അടച്ചുപൂട്ടൽ എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയായി തള്ളിക്കളയാനാകില്ല. കാരണം ഇത് ലക്ഷക്കണക്കിന് അമേരിക്കൻ പൗരന്മാരുടെ ജീവിതത്തെയും ആഗോളതലത്തിൽ സാമ്പത്തിക സ്ഥിരതയെയും ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റെല്ലാം അനിശ്ചിതത്വത്തിലാണ്. ഒരു വശത്ത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാൻ ധനബിൽ പാസാക്കണമെന്ന നിയമപരമായ ബാധ്യത, മറുവശത്ത് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾ. ഈ ഭിന്നതയുടെ മൂർച്ചയേറിയ അറ്റത്താണ് അമേരിക്കൻ ഭരണകൂടം സ്തംഭനത്തിലേക്ക് നീങ്ങിയത്. 1981 ശേഷം ഇത് 15ാമത്തെ ഷട്ട്ഡൌണാണ്. എന്നാൽ 2018-19 കാലയളവിൽ 35 ദിവസം നീണ്ട ഷട്ട്ഡൌൺ നൽകിയ കൈപ്പേറിയ അനുഭവമുള്ള അമേരിക്കക്കാർക്ക് ഈ പുതിയ സാഹചര്യം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് ആശങ്കയാണ്. എന്താണ് US സർക്കാർ പ്രഖ്യാപിച്ച ഷട്ട്ഡൌൺ? US ഭരണഘടന അനുസരിച്ച് ഫെഡറൽ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും പ്രവർത്തനത്തിനായി കോൺഗ്രസ് വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ പാസാക്കേണ്ടതുണ്ട്. സാധാരണയായി 12 വാർഷിക ഫണ്ടിംഗ് ബില്ലുകളാണ് ഇതിനായി ആവശ്യമുള്ളത്. ഈ ബില്ലുകൾ പാസാക്കുകയും പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുകയും ചെയ്താൽ മാത്രമേ സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പണം ലഭിക്കൂ. ഈ നിർണായക ബില്ലുകൾ പാസാക്കാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാസാക്കിയ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിടാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ ഫണ്ടിംഗ് നിലയ്ക്കും. ഇതിനെയാണ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ എന്ന് വിളിക്കുന്നത്. ഫണ്ടിംഗ് നിലയ്ക്കുന്നതോടെ അത്യാവശ്യമല്ലാത്ത എല്ലാ സർക്കാർ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തും. അതായത് ഭരണകൂടം സാമ്പത്തികമായി നിശ്ചലമാകുന്നു. സാധാരണയായി ധനബിൽ തടസ്സപ്പെടുത്തുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഇരു പാർട്ടികളും ഉപയോഗിക്കാറ്. തങ്ങൾക്ക് ആവശ്യമായ നയപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായുള്ള ഒരു വിലപേശൽ ആയുധമാണിത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജീവനക്കാരും പൗരന്മാരുമാണ്. ട്രംപിന്റെ ലക്ഷ്യവും ഡെമോക്രാറ്റുകളുടെ നിലപാടും നിലവിലെ ഷട്ട്ഡൌൺ ഭീഷണിക്ക് പിന്നിലെ പ്രധാന കാരണം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾ തമ്മിലുള്ള കടുത്ത ആരോഗ്യമേഖല ധനസഹായ തർക്കമാണ്. ആരോഗ്യ പരിരക്ഷാ രംഗത്തെ വിപ്ലവകരമായ പദ്ധതിയായി കണക്കാക്കപ്പെടുന്ന ഒബാമ കെയറിന് കീഴിലുള്ള സബ്സിഡികളുടെ കാര്യത്തിലാണ് പ്രധാന അഭിപ്രായ വ്യത്യാസം. സാധാരണക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഈ സബ്സിഡികൾ ട്രംപ് ഉൾപ്പെടെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇതിന്റെ ഫണ്ടിംഗ് നിലനിർത്താനാകില്ല എന്നാണ് അവരുടെ നിലപാട്. എന്നാൽ ദശലക്ഷക്കണക്കിന് പാവപ്പെട്ട അമേരിക്കക്കാർക്ക് ആശ്രയമായ ഈ സബ്സിഡികൾ ഒരു കാരണവശാലും നിർത്തലാക്കരുതെന്ന് ഡെമോക്രാറ്റുകൾ ശക്തമായി വാദിക്കുന്നു. ഒരു ഷട്ട്ഡൌൺ സംഭവിക്കുമ്പോൾ ഫെഡറൽ സർക്കാർ അവശ്യ സേവനങ്ങൾ അല്ലാത്തവയെല്ലാം നിർത്തിവെക്കും. ഏകദേശം 5 ലക്ഷത്തോളം ഫെഡറൽ ജീവനക്കാർക്ക് അവധിയെടുക്കേണ്ടി വരും. ഇതാണ് ട്രംപിന്റെ ഏറ്റവും കടുത്ത മുന്നറിയിപ്പിന് കാരണമായ സാഹചര്യം. അവധിയെടുത്താൽ അവരെ പിരിച്ചുവിടുമെന്ന ഭീഷണി. ഈ ഭീഷണി ഒരു വലിയ തൊഴിലാളി സമൂഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എയർ ട്രാഫിക് കൺട്രോളർമാർ, അതിർത്തി സംരക്ഷണ ഉദ്യോഗസ്ഥർ, സായുധ സേനാംഗങ്ങൾ, FBI, TSA ഏജന്റുമാർ തുടങ്ങിയ നിർണായക തസ്തികകളിലുള്ളവർക്ക് ജോലിക്ക് പോകേണ്ടി വരും. പക്ഷേ അവർക്ക് ഷട്ട്ഡൌൺ അവസാനിച്ച ശേഷം മാത്രമേ ശമ്പളം ലഭിക്കൂ. 1 മാസത്തിലേറെ ശമ്പളമില്ലാതെ ജീവിക്കുക എന്നത് ഭൂരിപക്ഷം കുടുംബങ്ങൾക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും. താൽക്കാലിക ജോലിയുമായി മുന്നോട്ടു പോകുന്ന ജീവനക്കാർക്ക് ഷട്ട്ഡൌൺ കാലയളവിലെ ശമ്പളം പലപ്പോഴും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പാസ്പോർട്ട്, വിസ അപേക്ഷകൾ, സോഷ്യൽ സെക്യൂരിറ്റി കാർഡുകൾ, ലൈസൻസുകൾ തുടങ്ങിയ സേവനങ്ങളിൽ വലിയ കാലതാമസവും ഉണ്ടാകും. ഇന്റർവ്യൂകൾ മുടങ്ങുന്നത്, അന്താരാഷ്ട്ര യാത്രകൾ, കുടിയേറ്റം, പൗരത്വ അപേക്ഷകൾ തുടങ്ങിയവയൊക്കെ തകിടം മറിക്കും. സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ച് നോക്കാം. ചെറുകിട ബിസിനസ് വായ്പകൾ, ഭക്ഷ്യസഹായ പദ്ധതികൾ, ഭവന വായ്പ പ്രോസസ്സിംഗ് എന്നിവ തടസ്സപ്പെടും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക പാവപ്പെട്ടവരെയും ചെറുകിട സംരംഭകരെയും ആയിരിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പോലുള്ള പ്രധാന ഫെഡറൽ ഗവേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കും. പുതിയ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ മുടങ്ങും. സർക്കാർ ഷട്ട്ഡൌൺ എന്നത് അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ആവർത്തന പ്രതിഭാസമാണ്. എന്നാൽ ഓരോ ഷട്ട്ഡൌണും രാജ്യത്തിന് നൽകുന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണ്. 2018-19 ഷട്ട്ഡൌൺ 35 ദിവസം നീണ്ടുനിന്ന ആ ഷട്ട്ഡൌണാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌൺ. കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം ആ സ്തംഭനം US സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം $3 ബില്യൺ നികുതി വരുമാനത്തിലെ നഷ്ടം പരിഗണിച്ച് സ്ഥിരമായ നഷ്ടമുണ്ടാക്കിയെന്നാണ്. സർക്കാർ കരാറുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന സ്വകാര്യ കമ്പനികൾക്കും കനത്ത പ്രഹരമേറ്റു.
ദേശീയോദ്യാനങ്ങൾ അടച്ചുപൂട്ടുന്നത് ടൂറിസത്തെ ബാധിച്ചു. ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതായതോടെ ഉപഭോഗം കുറഞ്ഞു. ഇത് ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കി. സർക്കാരിന്റെ അടിസ്ഥാനപരമായ ധർമ്മം തന്നെ അതിന്റെ ഭരണപരമായ സ്ഥിരത ഉറപ്പാക്കുക എന്നതാണ്. സ്വന്തം പൗരന്മാർക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകാനോ അത്യാവശ്യ സേവനങ്ങൾ മുടക്കമില്ലാതെ നൽകാനോ കഴിയാതെ വരുമ്പോൾ അത് ആഗോളതലത്തിൽ അമേരിക്കൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒരു ഷട്ട് ഡൗൺ എന്നത് കേവലം നിയമപരമായ ഒരു സ്തംഭനം മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയും അവരുടെ സാമ്പത്തിക ഭാവിയെയും ആശങ്കയിലാഴ്ത്തുന്ന ഒരു ദുരന്തമാണ്. ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ഇരു പാർട്ടികളും രാഷ്ട്രീയപരമായ അജണ്ടകൾ മാറ്റിവെച്ച് രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾക്കായി ഒന്നിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.